പാട് കിടന്നിട്ട് മൂന്നാറി വരെ പോയില്ലേ നിങ്ങള്? എടാ, ജോലി ഉണ്ടോ ഇല്ലേ എന്നല്ല, കടയിൽ കച്ചവടം ഉണ്ടോ ഇല്ലേ എന്നല്ല, അള്ളാഹു നമുക്ക് റിസ്ക് തരുന്നുണ്ട്. റബ്ബ് നമ്മളെ പട്ടിണി കിടുന്നില്ല. നമ്മൾ എന്തിനാ പേടിക്കണേ? അതുകൊണ്ട് ജീവിതത്തിൽ നിരാശ പാടില്ല. ഈമാനുള്ളവൻ നിരാശ അവൻ്റെ ജീവിതത്തിലില്ല. ഈമാൻ ഇല്ലാത്തവനാണ് നിരാശ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നിരാശ ജീവിതത്തിൽ പാടില്ല. അതുകൊണ്ട് നാം പഠിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ജീവിതത്തിൽ നിരാശ പാടില്ല. അത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ സ്വഭാവമാണ്, അവരുടെ അടയാളമായിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്. മഹാനായ ശൈഖ് ഇബ്നു ഖുദൈം റഹ്മഹുള്ള പറയുകയാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ വെക്കൽ വൻപാപങ്ങളിൽ പെട്ടതാ. ഇനി പടച്ച റബ്ബ് നമ്മളെ സഹായിക്കില്ലല്ലോ, അള്ളാഹു കൈവിട്ടല്ലോ എന്ന് പറയുന്നവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇനിയെങ്കിലും ഒരു ഇൽമു പഠിച്ചോ, ഇനിയെങ്കിലും ഒരു അറിവ് പഠിച്ചോ. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്ക്. അർ-റഹ്മാനിർ റഹീം. അല്ലാഹു കരുണയുള്ളവനാണെന്ന് ഖുർആൻ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആശ മുറിഞ്ഞു പോകൽ, അല്ലാഹുവേ, അത് സത്യനിഷേധികളുടെ സ്വഭാവമാ. രണ്ട്, ചെറിയ പാപമല്ല, അത് വൻപാപങ്ങളിൽ പെട്ടതാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നിരാശ എന്ന് പറയുന്നത് അത് വൻപാപങ്ങളിൽ പെട്ടതാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരിക്കലും അല്ലാഹുവിൻ്റെ വിഷയത്തിൽ ആശ മുറിഞ്ഞു പോകരുത്. ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി തുറക്കും. അപ്പോൾ ചോദിക്കൂ, ഉസ്താദെ, ഞാൻ പോകണ വഴി എല്ലാം അടയ്ക്കട്ടെ, എന്നെങ്കിലും ഒരിക്കൽ തുറക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. അള്ളാൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, എല്ലാ പ്രയാസങ്ങൾക്കപ്പുറവും നമുക്കൊരു സന്തോഷമുണ്ട്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരിക്കലും എന്ത് പാടില്ല, നിരാശ എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദെ, ഒരു ഫ്രൂട്ട്സ് കട തുടങ്ങി, പായിപ്പാട് എത്രയോ പേർക്ക് ഫ്രൂട്ട്സ് കടയുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ കച്ചവടം ഇല്ലെന്ന് പാടുണ്ടോ? ഇല്ല. ബേക്കറി ആണെങ്കിലും എന്ത് കടയാണെങ്കിലും മുരളിമാരക്കട്ട എന്ത് ചെരുപ്പ് കട, ചെരുപ്പ് കടക്കാരിപ്പോൾ ഉണ്ട്. പിന്നെ സജിയണ്ണ ഓട്ടോ കൊടുക്കുക, വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുക. അപ്പം ഇവിടെ വന്നിരുന്നൂടെ? അള്ളാഹു തന്നതാണ് ഒരു പള്ളിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കാനുള്ള അർഹത. അപ്പോൾ അവിടെ പോയിരിക്കണം നല്ലതല്ല. കയറി വന്ന് ഇവിടെ നിങ്ങളുടെ ഉത്തരവാദിത്തം, കയറിക്ക് ഇനി പള്ളി കെട്ടാവുള്ളതാ. ബാ ഷാ അല്ലാ, അൽഹംദുലില്ലാ, അവിടെ കയറി ഇങ്ങോട്ട് വാ ഷാ. പറഞ്ഞപ്പോൾ കസേരയൊക്കെ ഇവിടെ ഉണ്ട്, കയറിക്കോ ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരും പഴയതുപോലെ തന്നെ. എന്താ കമ്മിറ്റി, പുതിയ കമ്മിറ്റി കയറിയില്ലേ? പുതിയ കമ്മിറ്റിക്കാരൊക്കെ ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ ഇല്ലായിരുന്നു, സത്യപ്രതിജ്ഞ ഞാൻ ഇല്ലാതെ പോയി. ഇൻഷാ അല്ലാ, ശരി, നല്ല രീതിയിൽ പരിപാലിക്കാൻ. നാളെ പരിചയപ്പെടുത്തലുണ്ടാവില്ലേ ജുമായിക്ക്? നാളെ ഉണ്ടാവണം എല്ലാം കേട്ടോ ഇൻഷാ അല്ലാ. കമ്മിറ്റിക്കാരൊക്കെ വൈസ് ഷാജിയെന്നെ നാളെ ജുമായിക്ക് ഉണ്ടാകണം എല്ലാവരും ഇൻഷാ അല്ലാ. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പുതിയ കമ്മിറ്റി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോണം ഇൻഷാ അല്ലാ. നാട്ടുകാരൊക്കെ ഒന്ന് കാണണം. അൽഹംദുലില്ലാ, വെള്ളിയാഴ്ചയാണ് സത്യത്തിൽ പ്രതിജ്ഞ ചെയ്യേണ്ടത് ജുമാ കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങളത് നേരത്തെ നിങ്ങളുടെ നിയമാവലിയും മറ്റുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ, ഈ വെള്ളിയാഴ്ച നാളെ ജുമായിക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാകണം. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടാകണ്ടേ? മുട്ടിടിക്കണം ഇൻഷാ അല്ലാ. അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതൊക്കെ ഇപ്പോഴേ തുടങ്ങി വരണ്ടേ? ഇവിടെ പായിപ്പാട് പള്ളി മുസ്ലിം ജമാഅത്തിന്റെ പരിപാലന സമിതിയിലെ സർവ്വ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഉറപ്പുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറയാ, എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ പറയുകയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച റബ്ബ് കൈവിടൂല.
ഒരിക്കലും അല്ലാഹു കൈവിടില്ല. ആ പടച്ച റബ്ബിൽ നിനക്ക് പ്രതീക്ഷയുണ്ടോ? വല്ലാഹി സത്യം, റബ്ബ് നമ്മളെ ഒരിക്കലും കൈവിടൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരാശപ്പെട്ടാലോ പോയി. 2025 में अगर आप कोई बिजनेस स्टार्ट करना चाहते हैं तो स्टार्ट कीजिए AI को. നിരാശപ്പെട്ട പിന്നെ പോയി റബ്ബിന്റെ സഹായം പിന്നെ ഇല്ല. പിന്നെ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല. പിന്നെ അള്ളാഹ് ഇത്തിരി കുടിപ്പിക്കും. ആ അള്ളാഹുവിലുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ അള്ളാഹ് ഇങ്ങനെ ഒന്ന് വിട്ടിട്ടേ വിടും. ഒന്നിങ്ങനെ വിടും. ഒന്ന് നല്ലതുപോലെ ഒന്ന് നമ്മളെ കുളിപ്പിക്കും. നല്ലതുപോലെ ഒന്ന് പ്രയാസപ്പെടുത്തും. ഒന്ന് കുടഞ്ഞു നോക്കിയിട്ടേ അള്ളാഹു നമ്മളെ സഹായിക്കൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് ഭയവും വേണം, അള്ളാഹുവിൽ പ്രതീക്ഷയും വേണം. ഒരാളുടെ ജീവിതത്തിൽ ഭയം കടന്നു വന്നാൽ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അവൻ അകലാൻ കഴിയും. തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അകലാൻ കഴിയും. ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും. അല്ലാതെ മറ്റുള്ളവയെ ഭയന്നു കഴിഞ്ഞാൽ ഓടുന്നത് പോലെയല്ല. അള്ളാഹുവിനെ ഭയക്കും തോറും ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിരാശ പാടില്ല. അള്ളാഹു കരുണയുള്ളവനാ. എത്ര വലിയ പാപിക്കും അള്ളാഹു പുറത്തു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിർക്ക് ചെയ്തവൻ അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഖുർആൻ പറയുന്നുണ്ട്, വൻപാപത്തിൽ പെട്ടതാണ് അള്ളാഹുവിനെ പങ്കുചേർക്കുക, അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുക. ഈ ശിർക്ക് ചെയ്യുന്നത് വൻപാപമാ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കും. അതാ അള്ളാഹിന്റെ കാരുണ്യം. അതാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധം നടക്കുന്ന അവസ്ഥ പറയണ്ട. ലാത്തിചാർജൊക്കെ നടക്കുമ്പോൾ തന്നെ പോലീസ് വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ റോഡിൽ കൂടി നിൽക്കുക. പോലീസ് വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കാണാറുണ്ടോ? മാസ്കും ഇല്ല, ഒന്നുമില്ല, ഓടുക വരുന്നെന്ന് പറയുമ്പോഴേ. അപ്പോൾ ഒരു യുദ്ധക്കളം നിങ്ങൾ ചിന്തിക്ക്. ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട മാതാവ് തൻ്റെ കുഞ്ഞിനെ തെരഞ്ഞ് നടക്കാം. തൻ്റെ കുട്ടിയെ കാണുന്നില്ല. നിലവിളിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ടൊരു മാതാവ് ഇങ്ങനെ നടക്കുകയാ. ആ രംഗം കാണുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ നിങ്ങൾ തെരഞ്ഞെടുക്ക്. ആ മാതാവ് തന്റെ കുഞ്ഞിനെ തെരഞ്ഞു നടക്കുന്നു, നിങ്ങൾ കണ്ടുപിടിക്ക്. അവസാനം സ്വഹാബികൾ ആ കുഞ്ഞിനെ പൊക്കി എവിടുന്നോ ആ കുഞ്ഞിനെ കെട്ടി തൻ്റെ മാതാവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ തൻ്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് സന്തോഷം കൊണ്ട് തൻ്റെ മകനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയെ കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ, ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ ഉമ്മ വലിച്ചെറിയുമോ? കാണാതെ പോയ തൻ്റെ മകനെ കിട്ടിയ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചോരക്കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ ഉമ്മ വലിച്ചെറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, ഒരിക്കലും കഴിയില്ല നബിയെ, ഒരിക്കലും കഴിയില്ല. കാരണം ആ ഉമ്മ കാത്തിരുന്ന് നൊന്തു പ്രസവിച്ച മകനെ നഷ്ടപ്പെട്ടു പോയി. ആ മകനെ കണ്ടു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ എങ്ങനെയാ? ആ സമയത്താണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, അല്ലാഹു തന്റെ അടിമകളെ, ജീവിതത്തിൽ പാപം ചെയ്തവരുണ്ടല്ലോ, അല്ലാഹുവിനെ മതിമറന്ന് നടന്നവരുണ്ടല്ലോ, അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ നടന്നവരുണ്ടല്ലോ, ഇങ്ങനെ നടന്നവരെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയാൻ പറയുമ്പോ അല്ലാഹുവിന്റെ മനസ്സതുപോലെ വേദനിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് നമ്മൾ അത്രയും വലിയ സ്നേഹമാണ്. കരഞ്ഞാ റബ്ബിന് സഹിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ ഉമ്മയ്ക്ക് വേദനിക്കണമെന്നില്ല, വാപ്പയ്ക്ക് വേദനിക്കണമെന്നില്ല, ഭാര്യയ്ക്ക് വേദനിക്കണമെന്നില്ല, കൂടപ്പറപ്പുകൾക്ക് വേദനിക്കണമെന്നില്ല, സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ പടച്ച റബ്ബിന് സഹിക്കൂല. അല്ലാഹുവിന്റെ അടിമകളുടെ കണ്ണ് നിറയുന്നത്
അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇല്ലാ യദമൽ ജസാ മാ യദമൽ ബലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. ഏതറ്റം പോയാൽ തകർന്ന് തരിപ്പണമാകാൻ പോയാലും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഒറ്റ നിമിഷം കൊണ്ട് പടച്ചവനെ ക്യാൻസറാണ്, ട്യൂമറാണ്, ഡോക്ടറെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, രക്ഷപ്പെടുകയില്ല. അറിയിക്കേണ്ടവരെ മുഴുവനും അറിയിച്ചോ, ഇനി ഒരു മരുന്നുകളുമില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ എഴുതി തള്ളിയ എത്രയോ പേര് ആഫിയത്തോടെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? പടച്ചവരെ, മരിച്ചു പോകുമെന്ന് പറഞ്ഞവർ ജീവിതത്തിൽ ഒരിക്കലും അറിയിക്കാൻ 1 മാസം 3 ദിവസം 24 മണിക്കൂർ ഒരു മനുഷ്യന് ഡോക്ടർ കൊടുത്ത ആയുസാണ്. 24 മണിക്കൂറിനുള്ളിൽ ഈ മനുഷ്യൻ മരണപ്പെടുമെന്ന് പറഞ്ഞു പോയി എത്രയോ പേര് റബ്ബേ ഇന്ന് ആഫിയത്തോടുകൂടി നടക്കുന്നുണ്ട്. അവസാനം അത്ഭുതത്തോടെ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതമാ. ഡോക്ടർമാര് പറഞ്ഞു ഇനി മരുന്നൊന്നും ഇല്ല, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോ. 24 മണിക്കൂർ ഇത്ര പറഞ്ഞത്. എത്രയോ പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? ഇത് ദൈവത്തിന്റെ അത്ഭുതം. അപ്പൊ ആരുണ്ട്? അള്ളയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ്